മുഖത്തെ കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ടും നമുക്ക് പാടുകളുണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ചെയ്ത് ഗ്രാജുവലി അത് റിമൂവ് ചെയ്ത് കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പാക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാക്ക് ഏതൊരു സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സ്കിന്നിന് നറിഷ് ചെയ്യാനും ഒരു തണുപ്പ് തരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്താലാണ് ഇതിൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടുന്നത്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണണം. എന്നാലായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. എല്ലാവരും തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലീൻ ആയിട്ടുള്ള മുഖത്താണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുവാണ്. നിങ്ങൾക്കിത് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്. അതിലോട്ട് ഞാൻ ചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചന്ദനത്തിൻ്റെ പൊടി നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അങ്ങാടി കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഒറിജിനൽ കിട്ടും എന്നുണ്ടെങ്കിൽ ഒറിജിനൽ എടുക്കുക. അത് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചന്ദനത്തിൻ്റെ പൊടിയൊക്കെ അവൈലബിൾ ആണ്. ആപ്സ് ഗുഡ്നെസ്സിൻ്റെയൊക്കെ നല്ലതാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേനാണ്. തേൻ ഞാനിവിടെ ഡാബറിൻ്റെ ഹണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. വലിയ ബോട്ടിൽ ഓൺലൈനായിട്ടും കിട്ടും. സ്കിന്നിന് നമുക്ക് ആ ഒരു ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ചന്ദനവും തേനും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചന്ദനം സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ കരിവാളിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിനൊരു ഫ്രഷ്നെസ്സും ഗ്ലോയും കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തേൻ നമുക്ക് കറുത്ത പാടുകളൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിനൊന്ന് സൂത്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ചന്ദനത്തിൻ്റെ പൊടി പോലെ തന്നെ മുൾട്ടാണി മിട്ടി നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചന്ദനം പിന്നെയും കിട്ടാൻ പാടായിരിക്കും, പക്ഷെ മുൾട്ടാണി മിട്ടി അങ്ങനെയല്ല. അത്യാവശ്യം എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഗ്രോസറി ഷോപ്സിലും എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അല്ല സ്റ്റോണായിട്ട് കുറച്ച് കട്ടയായിട്ട് കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് പൗഡറാണ്. അതുകൊണ്ട് ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ക്ലേ ഫോമിലാണ് ഉണ്ടാവുന്നത്. ഓയിലി സ്കിന്നൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും പാല് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. 4ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം. തൈര് നിങ്ങൾക്ക് പറ്റത്തില്ല, തൈരും പാലും ഡയറി പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് പാലൊക്കെ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാല് തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് തൈര് പാലൊക്കെ സെറ്റ് ആവുന്നവർ ഫസ്റ്റ് പ്രിഫറൻസ് അതിന് തന്നെ കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, സ്കിന്നിന് നറിഷ് ചെയ്യാനും ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ തരാനും അതുപോലെ തന്നെ നന്നായിട്ട് സ്കിൻ സെൽസിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ നമുക്ക് ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. തൈരാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വെയിലേറ്റ കരിവാളിപ്പുണ്ടല്ലോ, സൺ ടാൻ, അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ടും തൈര് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, നിങ്ങളുടെ സ്കിന്നിന് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് പാലും തൈരും സെറ്റാവാത്തവർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യുക. വെള്ളം ഇല്ലാതിരിക്കത്തില്ലല്ലോ, റോസ് വാട്ടർ യൂസ് ചെയ്യുക. റോസ് വാട്ടർ കയ്യിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു മുൾട്ടാണി മിട്ടിയില്ലേ, ഇതൊരു ക്ലേ ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടത്തില്ല, കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വാട്ടറി കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. കാര്യം മുൾട്ടാണി മിട്ടിയും ചന്ദനവും പെട്ടെന്ന് ഡ്രൈ ആകുന്നതാണ്. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഒരു ക്രീം ഫോമിലല്ല, കുറച്ച് വാട്ടറി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടോ തിക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവും.
മുഖത്ത് നമുക്കിതൊരു 10 മിനിറ്റ് പോലും വെച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വാട്ടറി ആയിട്ട് പ്രിപ്പയർ ചെയ്തത്. ക്ലീൻ ആയിട്ടുള്ള ഫേസിലോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജെൻറ്റിലായിട്ട് തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒരുപാട് തിന്നല്ല കേട്ടോ, ഒരു മീഡിയമായിട്ട് തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി കട്ടയ്ക്ക് വാരി വെക്കേണ്ട. ക്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അതുപോലെ ഇങ്ങനെ കട്ട കൂടാനായിട്ടുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ മൂക്കിൻ്റെ 2 വശങ്ങളിലുള്ള ഇടയുണ്ടല്ലോ, അവിടെയൊക്കെ മുൾട്ടാണി മിട്ടി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രം കട്ടയ്ക്കിരിക്കുക, മറ്റേ ഭാഗങ്ങളിൽ ഒരുപാട് തിന്നായി പോവുക, അങ്ങനെയൊന്നും വേണ്ട. ഈവനായിട്ട് എല്ലായിടത്തും ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഈവനായിട്ട് വരുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നെറ്റിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചെറിയ ചെറിയ ബംസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് മൂക്കിനവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാ ദിവസവും ഇടണം എന്നില്ല, എല്ലാ ദിവസവും ഇടാൻ പറ്റുന്നവർക്ക് ചെയ്യാം. താല്പര്യമില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം, മാക്സിമം ഒരു 3 ദിവസം അങ്ങനെ വെച്ച് കണക്കിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 3 ദിവസമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാര്യം വേറൊന്നുമല്ല, ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്യുന്നതിനേക്കാളും റിസൾട്ട് കിട്ടുന്നത് 3 ദിവസം അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് 3 ദിവസം മാക്സിമം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് ഇതൊരു 15 മിനിറ്റ് വച്ചേക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആവുകയാണ്, കംപ്ലീറ്റ്ലി ഡ്രൈ ആവുകയാണെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കരുത്. വെള്ളം തളിച്ച് നല്ലോണം വാഷ് ചെയ്യണം. നമ്മൾ ഡ്രൈ ആയ പാക്ക് ഫേസിൽ വെച്ചിരിക്കാനായിട്ട് പാടില്ല. കാര്യം വേറെ ഒന്നുമല്ല, സ്കിന്നിനെ വീണ്ടും അത് ഡ്രൈ ആക്കും. നമ്മൾ സ്കിൻ അറശായിരിക്കാനും ഗ്ലോ കിട്ടാനും ആണല്ലോ ഈ പാക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും സ്കിന്ന് ഡ്രൈ ആകുന്നത് ഒട്ടും രസം ഉണ്ടാവില്ല. സ്കിൻ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഡ്രൈ ആയി പോകും. അത് ആർക്കും ആവശ്യമില്ല. എത്ര ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങൾ ഡ്രൈ ആകുന്നവരിക്കരുത്. ഒരു സെമി ഡ്രൈ ഒക്കെ ആയി ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് തളിച്ച് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഒറ്റയടിക്ക് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിലോട്ട് ഉരച്ച് കഴുകണ്ട. ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് അതൊന്ന് കുതിർക്കുക, എന്നിട്ട് നിറയെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുക. സോഫ്റ്റാണ്, ജെൻറ്റലാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെറിയ മസാജ് കൊടുത്തു എന്ന് പറഞ്ഞൊന്നും പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ ഉരച്ച് കഴുകണ്ട. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ, അതുകൊണ്ട് ഒരുപാട് ഉരച്ച് കഴുകണ്ട. സ്കിന്നിനെ ഹേർട്ട് ചെയ്യാത്ത രീതിക്ക് സിമ്പിളായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഞാനിവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ധാത്രിയുടെ അല്ലെങ്കിൽ ഡോട്ട് & കീയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ധാത്രിയുടെ അലോവേറ ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇതുപോലെ തന്നെ കണ്ടിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നന്നായിട്ട് സ്കിൻ ഗ്ലോ ആകും. കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആകും. അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ സഹായിക്കും. ഏജിങ് കാരണം ഉണ്ടാകുന്ന ഡീപ്പ് പിഗ്മെൻറ്റേഷൻ, പലതരത്തിലുള്ള രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ്, പാടുകൾ, ഇതൊക്കെ മാറ്റാനായിട്ട് ഭയങ്കര പാടാണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. മുഖക്കുരു വന്ന പാടുകളാണ്, അല്ലാതെ മുറിവിൻ്റെ പാടുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു വ്യത്യാസം കണ്ടു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.